ഇത് മാസ് മോട്ടോഴ്സ് ആണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, ലെഫ്റ്റ് സൈഡ് മിറർ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ബൾബുകളൊന്നും തെളിയുന്നില്ല. നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡയൽ കാണാൻ പറ്റില്ല. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ബാക്ക് ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി അത്യാവശ്യം ടയർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ഇതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ആ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്കായി തുടങ്ങിയതാണ്. തൽക്കാലം നമ്മളതിൻ്റെ ഗിയർ ഓയിലൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ സൈഡ് ഒരു ചെറിയ ലീക്കേജ് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാനുള്ളൂ. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ക്ലച്ച് ഗ്രീസിങ്ങും അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ നേരടിച്ച് പൊടിയൊക്കെ കളഞ്ഞ് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവൊക്കെ പുതിയതാണ് നമ്മൾ കിടക്കുന്നത്. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാനുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളോ അതേപോലെ മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ്, ഓവർഫ്ലോ, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് മെയിനായിട്ട് നിലവിലില്ല. നമ്മൾ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും, അത് ഉപയോഗിക്കുന്നതിൻ്റെ ഒട്ടുമിക്ക കാർബറേറ്ററുകൾ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. ജനറലായിട്ടുള്ള സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. അങ്ങനത്തെ ഒരു പ്രത്യക്ഷത്തെ ഒരു സ്റ്റേജൊന്നും നിലവിൽ ഇപ്പോഴത്തെ അങ്ങനെ ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മളത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ചുകൊണ്ട് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാനാണ്. ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കുകളാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറായാലും പുതിയ ടയർ അടക്കണേ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. നിലവിൽ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ബാറ്ററി നമുക്ക് ആംബ്രോണിൻ്റെ ബാറ്ററി ഇരിക്കണേ 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. 13.15 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.2. ഇപ്പം നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മളതിൻ്റെ സ്പാർക്കിളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. എഞ്ചിൻ ഓയിൽ മാറേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് നമ്മൾ കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. അതായത് നിലവിൽ ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ട് തന്നെ. പിന്നെ അതിനകത്ത് ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ മിറർ കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അത് മാറ്റിയിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ബൾബുകൾ, പാർക്ക് ബൾബ് തെളിയുന്നില്ല, അപ്പോൾ അതൊന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട്. അത് ആരംഭമാണ്, തുടക്കമാണ്. നമുക്കത് നോക്കിയിട്ട് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ ചെയ്യുമോ, ഇനി അതല്ലേ കൂട്ടത്തിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോ കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ.